നെടുങ്കണ്ടത്ത് തൊഴിലാളി സംഘടനകൾ നടത്തുന്ന സമരം ഒരു വ്യാപാര സംരംഭം തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണെന്ന് മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. ഇവരുടെ ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങില്ലെന്നും എന്നാൽ നിയമപ്രകാരമുള്ള ചർച്ചകൾക്ക് തയ്യാറാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. 40 വർഷത്തോളമായി നെടുങ്കണ്ടത്തെ വ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് വരകാല. ഇവർക്ക് 3 ബിസിനസ് സംരംഭങ്ങളാണ് നെടുങ്കണ്ടത്തുള്ളത്. ചുമട്ടുതൊഴിലാളികൾ ഉൾപ്പെടെ 50ഓളം പേർക്ക് പ്രത്യക്ഷമായ ജോലി നൽകി വരുന്ന സ്ഥാപനമാണിത്. അടുത്തിടെ കല്ലാർ കേന്ദ്രമാക്കി ഇവരുടെ സ്റ്റീൽസ് ആൻഡ് സാനിറ്ററീസ് എന്ന വ്യാപാര സ്ഥാപനം ആരംഭിച്ചിരുന്നു. ഇവിടെ ചുമട്ടുതൊഴിലാളികൾക്ക് ജോലി നൽകണമെന്നാവശ്യപ്പെട്ട് 1 മാസമായി യൂണിയനുകൾ സമരത്തിലാണ്. ഇതിനു പിന്നാലെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ചുമട്ടുതൊഴിലാളികൾ ഒന്നടങ്കം ഇവരുടെ വിവിധ വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുമ്പിൽ ധർണ നടത്തുകയും ചെയ്തു. നിയമവിരുദ്ധമായ സമരങ്ങളാണ് കയ്യൂക്കിന്റെ ബലത്തിൽ ഇവർ ചെയ്യുന്നത്. കല്ലാറിൽ സ്വന്തം സ്ഥലത്ത് വേയിങ് ബ്രിഡ്ജ്, ക്രെയിൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളോടെയാണ് ഹോൾസെയിൽ വിഭാഗം ഭാഗികമായി ആരംഭിച്ചത്. ഇവിടെ യന്ത്രങ്ങളുടെ സഹായമാണ് കൂടുതലായി വേണ്ടത്. ആ ക്രെയിനും അതുപോലെയുള്ള മെഷീനുകളും ഉപയോഗിച്ചാണ് അവിടെ ഈ പ്രവർത്തനങ്ങൾ നടക്കാൻ പോകുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ അവിടെ ചുമട്ടുതൊഴിലാളികളുടെ ഒരു പ്രവർത്തനത്തിൻ്റെ ആവശ്യമില്ല. നെടുങ്കണ്ടത്തെ സംബന്ധിച്ച് പറയാൻ റിട്ടെയിൽ മേഖലയിൽ ഇവർക്ക് 3 കടകളുണ്ട്. ആ 3 കടകളിലും ഏറ്റവും കൂടുതൽ ചുമട്ട് തൊഴിലാളികളും അതുകൂടാതെ 10-50ഓളം മറ്റു മേഖലയിൽ പണിയുന്ന പാക്കിങ്ങിലും അതുപോലെയുള്ള സെയിൽസിലുമുള്ള തൊഴിലാളികളും അവിടെയുണ്ട്. നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ സ്ഥാപനം കല്ലാറ്റിൽ തുടങ്ങുമ്പോൾ അവിടെ ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡിൻ്റെ പ്രവർത്തനം ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം തുടങ്ങുമ്പോഴാണ് ഇവരെ അവിടെ ഇത് രൂപീകരിക്കുകയും ഈ സ്ഥാപനത്തിനെതിരായിട്ട് സമരം പ്രഖ്യാപിച്ചു വരുന്നത്. തൊഴിൽ തർക്കവുമായി ബന്ധപ്പെട്ട പരാതി ലേബർ കമ്മീഷണറുടെ മുമ്പിലാണ് നിലവിലുള്ളത്. എന്നാൽ തൊഴിൽ വകുപ്പ് യാതൊരു ചർച്ചയ്ക്കും വ്യാപാരികളെ ഇതുവരെയും ക്ഷണിച്ചിട്ടില്ല. കല്ലാറിൽ വ്യാപാര സ്ഥാപനം ആരംഭിക്കുമ്പോൾ ഈ പ്രദേശം ക്ഷേമനിധി ബോർഡിന്റെ പ്രവർത്തന മേഖലയിലും അല്ലായിരുന്നു. ബാങ്ക് വായ്പകൾ തരപ്പെടുത്തി വ്യാപാരം ആരംഭിക്കുന്നവരെ തകർക്കാനും സ്ഥാപനം ഇല്ലാതാക്കാനുമാണ് യൂണിയൻ നേതാക്കളുടെ ലക്ഷ്യം. ഇവരുടെ ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങില്ലെന്നും എന്നാൽ നിയമപ്രകാരമുള്ള ചർച്ചകൾക്ക് തയ്യാറാണെന്നും മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ആർ സുരേഷ്, സെക്രട്ടറി ജെയിംസ് മാത്യു, സജീവ് ആർ നായർ, PS സലീം, വരകാല കടയുടമകളായ റെജി, ജെയ്സ്, ജോബി എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം.